ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് എന്തെങ്കിലും ഒരു മെസ്സേജ് പാസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇൻസെപ്പറബിൾ, കൺഫ്യൂഷൻ, അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരെ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ടും നിങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു അകൽച്ച എന്ന് പറയുന്നത് അവരെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുമുണ്ട്. അതോടൊപ്പം ഈ ഒരു അകൽച്ച എന്ന് പറയുന്നത് അവരെ പൂർണ്ണമായിട്ട് നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അവർ ഭയങ്കരമായിട്ട് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ എനർജി വളരെയധികം ലോ ആകുന്നുണ്ട്. താൻ ചെയ്തു പോയ മണ്ടത്തരത്തെ കുറിച്ച് ഓർത്തിട്ട്, എന്നുവെച്ചാൽ ഇവരായിട്ട് തന്നെ നിങ്ങളെ മാറ്റിപ്പോയവരാണെന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായ ഡിസിഷൻ ആയിരുന്നു എന്നുള്ളത് ഇവരെ ഭയങ്കരമായിട്ട് കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ആ ഒരു കൺഫ്യൂഷനിലേക്ക് അവർ പോകുന്ന സമയത്ത് ഈ ഒരു അകൽച്ച എന്ന് പറയുന്നതിൽ അവർ നിങ്ങളെ മനസ്സിലാക്കാൻ എടുക്കുന്ന സമയമാണ്. അവർക്ക് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളുടെ ആ ഒരു സ്റ്റോറിയുടെ കറക്റ്റ് ആയിട്ടുള്ള സൈഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ വശം അതവർ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറിയാണ് വന്നിരിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതും ഈ ഒരു ബന്ധത്തിന് വേണ്ടി നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതും ഒക്കെ അവർ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ട് നിങ്ങളെ ഒഴിവാക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. വീണ്ടും നിങ്ങളെ തിരികെ വേണം എന്നുള്ളൊരു മെസ്സേജ് ആണ് ഈ ഒരു സ്പ്രെഡിലൂടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റീകൺസിലേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യാം.